പക്ഷെ അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശത്രുക്കളല്ല. അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ നമുക്കത് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ ഏതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എടുത്താൽ പോരെ. ശത്രുക്കളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഇപ്പൊ തന്നെ ഇവിടെ ഞാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശ്വസിക്കുന്നയാളാണ്. ഇവിടെ CPM ഉണ്ട്. അവരെല്ലാം ശത്രുക്കളായിട്ടല്ല നമ്മൾ എടുക്കുന്നത്, അവരുടെ ആശയങ്ങളാണ്. ആ ആശയത്തിനോട് നമ്മൾ യോജിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ആശയങ്ങളിൽ മാത്രമേ ഇത് വ്യക്തികളിലല്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഓരോ വ്യക്തിനെ നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട്, അവരുടെ പൊസിഷനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ആശയം വ്യത്യാസമാണെങ്കിൽ ആ ആശയ വ്യത്യാസം പറയുകയും ചെയ്യും. അത് കണ്ടിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ ആയാലും ഇവര് നമ്മൾ നോക്കുമ്പോ ഇവര് വേറെ വേറെ പാർട്ടി ആണെങ്കിലും അടുത്ത് നിൽക്കുമ്പോ നല്ല കോമഡി, തമാശ, കളി, ചിരി വീഡിയോസ്. നമ്മളുടെ ആശയ വ്യത്യാസമല്ലേ, നമ്മളൊരു ഇഷ്യൂനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോ ഇവിടെ കുട്ടികൾ പോകുന്നു, അഡ്രസ് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ കിട്ടുന്നില്ല, അഡ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവരുമായിട്ട് നമുക്ക് പിണക്കൊന്നും ഇല്ലല്ലോ. ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ പ്രതിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരിയാണ്.